ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനീതിൻ്റെ അടുത്ത് രാധമ്മ വന്നിട്ട് പറയാണ്, ഞാൻ പറഞ്ഞ കാര്യം എന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് കാര്യം രാധമ്മയും ചോദിക്കുമ്പോൾ ഗംഗനെ കൊണ്ട് ഒളിച്ചു കൊടുക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നതെന്ന് പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ മുത്തച്ഛനൊക്കെ അതുപോലെ നെഞ്ചി വിരിച്ച് ലോകത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നീ ഗംഗനെ വിളിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പവും സംഭവിക്കില്ല. അപ്പോൾ വിനീത് പറഞ്ഞു, ഞാൻ ഗംഗനെ വിളിച്ച് എങ്ങോട്ട് പോകാനാണ് മുത്തശ്ശി രാധമ്മേനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നീ ഇട്ടാവട്ടത് കിടക്കുന്നതുകൊണ്ടാണ്. നീ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്ക്, നിനക്ക് തയ്യൽ മെഷീൻ ഉണ്ടല്ലോ, എവിടെ ചെന്നാലും നീ ജീവിക്കാം. എൻ്റെ കഴുത്തിൽ നിൻ്റെ മുത്തശ്ശൻ കിട്ടിയിട്ടില്ല താലിമാനൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അതുപോലെ നിങ്ങൾക്ക് ഒരു ജീവിതം തുടങ്ങാൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിനീത് പറയാണ്, അത് മാത്രം ശരിയാവില്ല രാധമ്മേ. എനിക്ക് അരവിന്ദൻ അമ്മാവന് കൊടുത്തിട്ടുള്ളൊരു വാക്കുണ്ട്, ഞാൻ മരിക്കുന്നതിന് തലേദിവസം ഈ വീട്ടിലെ കുടുംബാംഗങ്ങളെ മുഴുവനും ഞാൻ നോക്കിക്കോളാന്ന്. അതുകൊണ്ട് എനിക്ക് ഗംഗനെ മാത്രമായിട്ട് രക്ഷിക്കാൻ പറ്റില്ല, അവരെയും കൂടി നോക്കണം എന്ന് പറയാം കേട്ടോ. അങ്ങനെ മുത്തശ്ശി രാധമ്മ ഇങ്ങനെ വിനീതിൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നീ ഒരിക്കലും നന്നാവില്ലടാ, നിന്നെപ്പോലത്തെ മനസ്സുള്ള ആൾക്കാരൊന്നും ഉണ്ടാവാൻ പാടില്ല, ഇത്ര നല്ല മനസ്സൊന്നും ആർക്കും വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാധമ്മ അവിടെ നിന്ന് പോവുകയാണേ. അതിനുശേഷം നിളമ്മോളും വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് ഗംഗ ചേച്ചി ഇവിടുന്ന് പോകുന്നത് വിഷമാണെന്നുണ്ടെങ്കിലും വിനീതേട്ടൻ ഗംഗ ചേച്ചിനെ കൊണ്ടുവെക്കോ എന്ന് പറഞ്ഞിട്ട് നിളമ്മോള് പോവുകയാണേ. പിന്നെ നിവിന അവിടെ കാണുമ്പോൾ ജയപാലിനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ജയപാലൻ നിവിനെ വിളിച്ചിട്ട് പറയടാ, നിന്നോട് ഈ വീട്ടിൽ കയറി പോകരുതെന്നല്ലേ നിൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ. എനിക്ക് പിന്നെ വരാതിരിക്കാൻ പറ്റുമോ, അറിയുന്നതിന് മക്കളല്ലേ, ഇവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ പൊട്ട പെണ്ണുങ്ങളാടാ, നീ ഇങ്ങോട്ട് വരാനൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ അങ്കിൾ എന്തിനാ വന്നത്? അതെ, ഈ ചെറുക്കൻ വീട്ടുകാരെ എൻ്റെ ബന്ധുക്കളല്ലേ, അപ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. അങ്കിളുടെ ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ എനിക്കും ബന്ധമുണ്ടല്ലോ, കാരണം അങ്കിളും എൻ്റെ അമ്മയും ചേട്ടനും ആങ്ങളെയും പെങ്ങളും ആണല്ലോ, അപ്പോൾ പിന്നെ എനിക്കും ബന്ധം ഉണ്ടാവുമല്ലോ. അങ്കിൾക്ക് ആരൊക്കെ ബന്ധമുണ്ട് അവർക്കൊക്കെ എനിക്കും അവരോട് ബന്ധമുണ്ട്. നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലടാ, നീ ഇവിടെ പായിട്ട് വിരിച്ച് കിടന്നോ, ഞാനൊന്നും പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണേ. പിന്നെ വിനീത് ഇതിനെ വിളിക്കാനോട്ടോ കാവേരി. അപ്പോൾ കാവേരിനോട് വിനീത് ചോദിക്കുന്നുണ്ട്, എന്താ കാവേരി ഇങ്ങനെ ഒരു ഉഷാറില്ലാത്ത, ഇവിടെ ആർക്കും ഉഷാറില്ല, അതെന്താ ഈ കല്യാണത്തിന് ആർക്കും താല്പര്യമില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ആർക്കും താല്പര്യമില്ല, എനിക്ക് യമുനയ്ക്കും അതുപോലെ നിളയ്ക്കൊന്നും. അപ്പോൾ ഗംഗയ്ക്കോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഗംഗേച്ചിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, അമ്മ പറയുന്നത് എന്തോ അതനുസരിക്കും. അപ്പോഴേക്കും നിവിൻ വരികയാണ് കേട്ടോ. എന്നിട്ട് നിവിൻ ചോദിക്കുന്നു, കാവേരി ഇവിടെ ഇത്രയും വലിയൊരു ഫംഗ്ഷൻ ഉണ്ടായിട്ട് എന്നെ ക്ഷണിച്ചില്ലല്ലോ. എന്നെ തന്നെ ക്ഷണിച്ചിട്ടില്ല, കണ്ടില്ലേ ഞാൻ പുറത്ത് നിൽക്കുന്നത്, എന്തായാലും നിങ്ങൾ വന്നതല്ലേ, വാ അകത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ രണ്ടുപേരെയും. അതിനുശേഷം വിനീതിനോട് നിവിൻ പറയാണ് കേട്ടോ, അളിയ സോറി അളിയ, നിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിനീത് പറഞ്ഞു, സാരമില്ലടാ, എനിക്ക് ഗംഗ ആരുടെ കൂടെ ജീവിച്ചാലും കുഴപ്പമില്ല, അവൾ സന്തോഷമായിട്ട് സമാധാനത്തോട് കൂടിയിട്ട് ജീവിച്ചാൽ മതി, അത് മാത്രം കണ്ടാൽ മതി എന്നൊക്കെ പറയുകയാണേ. അങ്ങനെ ഒരകത്തേക്ക് നോക്കി നിൽക്കാട്ടോ. ചെക്കനെ കാണുന്നില്ലല്ലോ, നീ ചെക്കനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ വിനീതിനോട്. അപ്പോൾ പറയും, ചെക്കൻ ഞാൻ കയറിയ വണ്ടിയിൽ ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു, ചിലപ്പോൾ പുറകെ വന്നിട്ടുണ്ടാവായിരിക്കും, പുറകെയുള്ള വണ്ടിയിലായിരിക്കും. അപ്പോൾ ചെക്കനെ ഇവർക്ക് കാണുന്നുണ്ടെങ്കിലും കൂടി അത് ചെക്കനാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ചെക്കനും വന്നിരിക്കാൻ പറയുമ്പോൾ ചെക്കനെ കാണുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകും കേട്ടോ. നിവിൻ പറ, അയ്യേ ഇയാളാ എന്ന് ചോദിക്കാൻ കേട്ടോ. അങ്ങനെ കൂടിയിരിക്കുന്ന അയൽവക്കക്കാരൊക്കെ കുറ്റം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഗംഗനെ വിളിക്കാൻ കേട്ടോ അവിടെ നിന്നിട്ട് ശാരദ. അപ്പോൾ ഗംഗ ആണെന്നുണ്ടെങ്കിൽ പോകാനായിട്ട് വിഷമമായിട്ട് സങ്കടത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കാവേരി അടുത്ത് ചെല്ലുമ്പോഴേക്കും കാവേരിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയാണ് കേട്ടോ. ഇത് കണ്ടുകൊണ്ട് ശാരദ വരികയാണ് കേട്ടോ. ശാരദ വരുമ്പോഴേക്കും വേഗം ഗംഗ കണ്ണൊക്കെ ഇങ്ങനെ തുടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗ ശാരദയുടെ അടുത്തേക്ക് പോകാൻ പോകുമ്പോഴേക്കും കാവേരി കയ്യിൽ പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കാവേരിനെ നോക്കിയിട്ട് കൈ പിടിച്ചിട്ട് ഗംഗ അമ്മയുടെ കൂടെ നിശ്ചയത്തിൻ്റെ ചടങ്ങിനായിട്ട് പോവുകയാണ്. അങ്ങനെ എല്ലാവരും അവരെ പിന്നിൽ കൂടെ പോവുകയാണ്. അങ്ങനെ ഗംഗ വന്നിരുന്ന് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഇനി തട്ടം കൈമാറാന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ തട്ടം കൈമാറാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന സമയത്ത് ചെറുക്കൻ്റെ അമ്മ വന്നിട്ട് ഒരു തട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ തട്ടം കൊടുക്കാനായിട്ട് ഗംഗര അമ്മ, അതായത് ശാരദ വരികയാണ് കേട്ടോ. അങ്ങനെ അത് വാങ്ങാനായിട്ട് നിൽക്കുമ്പോഴേക്കും ഒരു കൊച്ചു വന്നു കഴിഞ്ഞിട്ട് അച്ചാന്ന് വിളിച്ചിട്ട് വന്നു കഴിഞ്ഞിട്ട് ആ തട്ടം തട്ടി തെറിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചെറുക്കൻ്റെ മടി കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറുക്കൻ ആദ്യം കല്യാണം കഴിഞ്ഞൊരു കൊച്ചൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് കണ്ടിട്ട് ശാരദയും അവിടെ നിന്ന് വരുന്നതൊക്കെ ഞെട്ടിത്തരിക്കുകയാണ് കേട്ടോ. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. നെക്സ്റ്റ് വീക്കെൻഡ് പ്രമോ അടിപൊളി പ്രമോ ആണ് കേട്ടോ. അപ്പോൾ അത് അയാളുടെ മകൻ തന്നെയാണ്. അങ്ങനെ ആ ഒരു സത്യം അവിടെ വെളിപ്പെടുകയാണ് കേട്ടോ. അയാളുടെ കല്യാണം മുമ്പ് കഴിഞ്ഞിട്ടുള്ളതാണെന്നും അയാൾക്കൊരു കൊച്ചുണ്ടെന്നുള്ള കാര്യമൊക്കെ വെളിപ്പെടുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് ശാരദ ആകെ
ജയപാലിൻ്റെ അടുത്ത് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ. അവസാനം ജയപാലൻ പല ന്യായീകരണങ്ങളും പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞു പോയതല്ലേ, ഒരു കൊച്ചിനെന്ന് പറഞ്ഞ കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശാരദ പറയാണ്, എൻ്റെ മകൾ ഗംഗയെ എൻ്റെ മരുമകൻ വിനീത് കല്യാണം കഴിക്കും, അതാണ് എൻ്റെ തീരുമാനം എന്ന് പറയാണ് കേട്ടോ. അതിനുശേഷം വിനീതിൻ്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞുകൊണ്ട് ശാരദ പറയുന്നുണ്ട്, ഗംഗനെ കല്യാണം കഴിക്കുമെന്ന് ചോദിക്കുമ്പോൾ വിനീത് പറയുന്നുണ്ട്, ആരൊക്കെ എതിർത്താലും എൻ്റെ അമ്മ എതിർത്താലും ഗംഗയ്ക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഗംഗയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടും അമ്മായി എന്ന് ഒരു വാക്ക് ശാരദയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ജയപാലൻ അത് കേട്ടിട്ട്. അപ്പോഴേക്കും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ നമ്മുടെ ആ ഫോട്ടോ ഉണ്ടല്ലോ, അരവിന്ദൻ്റെയും ജയപാലിൻ്റെയും കൂടെ ഉള്ളൊരു ഫോട്ടോ കൈതട്ടി, ജയപാലിൻ്റെ തന്നെ കൈതട്ടി താഴത്ത് വീഴുമ്പോൾ അതിൻ്റെ ബാക്കിൽ എഴുതിയിരുന്ന കാര്യമൊക്കെ ശാരദ കാണാണ് കേട്ടോ. അങ്ങനെ ശാരദയ്ക്കും കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലാവാണ്. അങ്ങനെ ആ ഫോട്ടോ ജയപാലിൻ്റെ അടുത്തേക്ക് നീട്ടി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗം ശാരദ ഇങ്ങനെ ഫോട്ടോ ജയപാലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കുന്നതൊക്കെ ആയിട്ട് കാണിച്ചു കൊടുക്കുന്ന ഭാഗം കാണിക്കുന്നുണ്ട്. അതിനുശേഷം വിനീതാണെന്നുണ്ടെങ്കിൽ ഇറങ്ങി പോട അവിടെ നിന്ന് പറഞ്ഞിട്ട് ജയപാലിനെ പിടിച്ച് പുറത്താക്കുന്ന ഒരു ഭാഗം കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നെക്സ്റ്റ് വീക്കെൻഡ് പ്രമോ എന്ന് പറയുന്നത് അടിപൊളി പ്രമോ ആണ്. വിനീതും ഗംഗയും കൂടിയിട്ടുള്ള കല്യാണം തീരുമാനിക്കുന്നതാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവാണ് ആ ഒരു തീരുമാനം. കാവേരി ഒക്കെ സന്തോഷം കൊണ്ട് പൊട്ടിക്കറിയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം അവിടേക്ക് സുജാതയും കൂടെ വരുന്നുണ്ട് കേട്ടോ. സുജാതയുടെ മുന്നിൽ വെച്ചിട്ട് പറയുന്നുണ്ട്, ആരൊക്കെ എതിർത്താലും ഈ നിൽക്കുന്ന എൻ്റെ അമ്മയെ എതിർത്താലും ഞാൻ ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടും തന്നെ ഒരു വാക്ക് കൊടുക്കാൻ കേട്ടോ. അത്രയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് വിനീതും നമ്മൾ ഗംഗയും കൂടിയിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.